പാചകവാതക വിലക്കയറ്റത്തിനെതിരെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി കടയടച്ച് പ്രതിഷേധിക്കുന്നതിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലാ കമ്മിറ്റി കണ്ണൂർ പോസ്റ്റ് ഓഫീസിനു മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. KHRA സംസ്ഥാന രക്ഷാധികാരി KP ബാലകൃഷ്ണ പൊതുവാൾ ധർണ ഉദ്ഘാടനം ചെയ്തു. പാചകവാതക വില വാണിജ്യ സിലിണ്ടറിന് 993 രൂപയാണ് വർദ്ധിപ്പിച്ചത്. ഹോട്ടൽ വ്യവസായത്തെ സാരമായി ബാധിക്കുന്ന ഈ നടപടിയിലൂടെ ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് ഉപജീവന മാർഗം നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. ഹോട്ടലുകളിലും മറ്റു ഭക്ഷണശാലകളിലും ചായക്കടകളിലും ദൈനംദിന ചെലവിൽ ഏറ്റവും വലിയ വീതം ഇപ്പോൾ ചെലവാക്കുന്നത് ഗ്യാസിനാണ്. ഗ്രാമപ്രദേശങ്ങളിലെയും പട്ടണങ്ങളിലെയും ചെറുകിട ഹോട്ടലുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. പല സ്ഥാപനങ്ങളും ഇതിനകം തന്നെ അടച്ച് പൂട്ടിക്കഴിഞ്ഞു. ഗ്യാസ് വില വർധനവ് നേരിട്ട് ഭക്ഷണ വില വർദ്ധിപ്പിക്കാനുള്ള സമ്മർദ്ദം സൃഷ്ടിക്കുന്നു. സാധാരണ ജനങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ ഭക്ഷണം നൽകുന്നത് ബുദ്ധിമുട്ടായി മാറുന്നു. GST, ലൈസൻസ് ഫീസ്, PCBയുടെ നിബന്ധനകൾ, ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങളും 4 ഇരട്ടിയായി വർദ്ധിപ്പിച്ച ലൈസൻസ് ഫീസ് തുടങ്ങിയവ വലിയ സാമ്പത്തിക ഭാരം സൃഷ്ടിക്കുകയാണെന്നും KP ബാലകൃഷ്ണ പൊതുവാൾ പറഞ്ഞു. ജില്ലാ സെക്രട്ടറി നാസർ മാഡോൾ സ്വാഗതം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് KN ഭൂപേഷ് അധ്യക്ഷത വഹിച്ചു. KHRA ജില്ലാ ട്രഷറർ M ലക്ഷ്മണൻ നന്ദി രേഖപ്പെടുത്തി. ഈ ഒരു അവസ്ഥയിൽ ഹോട്ടൽ വ്യവസായം എങ്ങനെ മുന്നോട്ട് പോകണമെന്നത് അധികാരികൾ ചിന്തിച്ചില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ മേഖലയിൽ തുടർന്ന് മുന്നോട്ട് പോകുക എന്നുള്ളത് വളരെ ദുസ്സഹമായ ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. നിത്യോപയോഗ സാധനങ്ങളുടെ വില ക്രമാതീതമായി വർദ്ധിക്കുന്നു. അതേപോലെ തന്നെ മറ്റേ എല്ലാ മേഖലയിലും വിലവർദ്ധനവും അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഹോട്ടലുകാരന് വർദ്ധിപ്പിക്കുന്നതിന് പൊതുജനങ്ങളോടുള്ള പ്രതിബദ്ധത കാരണം ഇതെല്ലൊരു മടിയുണ്ട്. നമ്മുടെ സർക്കാരിന് ജനങ്ങളോട് പ്രതിബദ്ധതയില്ല, പക്ഷെ പൊതുജനങ്ങളോട് ഹോട്ടലുകാരന് പ്രതിബദ്ധതയുണ്ട്. എങ്ങനെയാണ് ഒരു ചായക്ക് 12 നിന്നും 15 ആക്കുക? ഈ രീതിയിലെ ചിന്തയാണ് ഹോട്ടലുകാരന്. ഈ ഒരു പ്രതിബദ്ധതയാണ് ഈ ഹോട്ടൽ മേഖല ഇത്തരത്തിലുള്ളൊരു അവസ്ഥയിലേക്ക് വരാൻ കാരണം.